മരണസമയത്ത് എൻ്റെ ഷെയ്ഖ് എന്ത് ഇടപെട്ടേ? ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. സർവ്വ ഞങ്ങളെ കയ്യിലുണ്ട്, മനസ്സിലാക്കിക്കോ. ഞങ്ങൾ പറയണ്ടേ, ഞങ്ങളെ അബ്ദുസ്ലാനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ലേ? കുറ്റിപ്പുറം അതിൻ്റെ അപ്പുറത്താണ് അവിടെ ഉണ്ടായിട്ടില്ലേ. തെളിവ് സഹിതം ഹറഫൻ ബി ഹർഫ് അവിടെ ആ സമയത്ത് ഹാജറുള്ളവരാരാ? എൻ്റെ ഷെയ്ഖും നിങ്ങളെ കുരുവട്ടൂരുകളല്ല. അയാൾ ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ലേ. എന്താണ് അവിടെ നടന്നതെന്നുള്ളൂ, എങ്ങനെയാണ് ജീവൻ പോയതെന്നുള്ളതൊക്കെ ഫുള്ള് ഡീറ്റെയിൽസ് ഞങ്ങളെ കയ്യിലുണ്ട്. ഞങ്ങൾ പറയണ്ടേ, ഞങ്ങൾ ഉസ്താമാരെ പറ്റി പറഞ്ഞപ്പം എനിക്കൊക്കെ 100 നാവല്ലേ ഞാൻ ഇതൊക്കെ എന്തേലും പറഞ്ഞിട്ട് വിളിക്കുന്നൊക്കെ കേട്ടോ. മനസ്സിലാക്കിക്കോ. ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. അവിടെ കിടന്ന് പിടക്കേനി അല്ലേ? കണ്ടവരോട് ചോദിച്ചോളൂ. അവിടെ അന്ന് ആരെയും ഉണ്ടായിട്ട് ആ മരണസമയത്ത് അവിടെ ആരുണ്ടായിട്ട് പറയിപ്പിക്കേണ്ട ഞങ്ങളെ കൊണ്ട്. എൻ്റെ ഷെയ്ഖിന്റെ ഇടപെടല് കാണിച്ചാൽ ഞങ്ങൾ എൻ്റെ വിചാരം ഉണ്ടാവും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നല്ലേ. സർവ്വ ഡീറ്റെയിൽസ് ഞങ്ങളെ കയ്യിലുണ്ട്, എങ്ങനെ ജീവൻ പോയതെന്നുള്ളതൊക്കെ. എന്താണോ ഞങ്ങൾ ഉസ്താദ്മാരെ നിങ്ങൾ പറഞ്ഞത് അതിൻ്റെ അപ്പുറം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഒപ്പം അത്രേ പറഞ്ഞുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഞങ്ങൾ പറഞ്ഞുതരാം. ഓരോന്നിട്ടോ. എൻ്റെ ഷെയ്ഖിന്റെ ഇടപെടല് അതന്നെ ആ കോല അവിടെ കണ്ടേ, ഇടപെട്ടേ. കുട്ടിച്ചാത്തനാണ് ഇടപെട്ടെന്നുള്ളൂ, ഷെയ്ഖല്ല ഇടപെട്ടേ. അതവിടെ ഉണ്ടായത്. ഇപ്പം അത്രേ പറഞ്ഞുള്ളൂ, മനസ്സിലാക്കിക്കോ. ബാക്കി ഞങ്ങൾ ഓരോന്നും തരാം. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി എന്ത് നെറികെട്ട പരിപാടിയും ചെയ്യണ ആരാൻക്കറിയോ? കാണിച്ചിരങ്ങള്, മനസ്സിലാക്കിക്കോ. സ്വന്തം പെങ്ങളെ സ്വർണം കട്ടുകാണ്ട് ഉടുപ്പിൻ്റെ അടി ഉണ്ടോ ഒന്ന് ചോദിച്ചു നോക്കിയേറ്റി, ആരാ കട്ടേന്നുള്ളേ? അതിബാൽ കുലൂബലോ. എന്ത് നന്നാക്കാടോ നന്നാക്കിയത്? കാണിച്ചിരങ്ങള് കേട്ടോ. ഹൃദയം നന്നാക്കണ ഡോക്ടർമാര് എന്ത് നന്നാക്കല നന്നാക്കിയത്? സ്വന്തം മുരീതാണ് ലക്ഷങ്ങൾ വില വരുന്ന സാമ്പത്തിക തട്ടിപ്പ് ആരാണ് മുതൽ കട്ടെടുത്തങ്ങായി നിഷേധിക്കച്ച് ആളടക്കം നമ്മൾ ഹാജരാക്കും. എന്നിട്ട് ഓനിങ്ങനെ സാമ്പത്തികമായി പറയാൻ വന്നിരിക്കണം. എന്ത് തോന്നിയ ചെയ്യുന്ന എൻ്റെ പൊള്ളലോ. വലിയ ഷെയ്ഖിന്റെ മുരീദാന്ന് പറഞ്ഞിരിക്കണ ഓനാ വലിയ മുരീദാ കട്ടയെ. ഇതൊന്നും തൊള്ള തുറക്കടാ തീ ഒന്ന് കണ്ട് അങ്ങനെ ഇല്ലാന്ന്. എന്നിട്ട് ഓനെ കൊണ്ടാ നടക്കണ്ടേ. ഓനാ മറ്റവർക്ക് മാലിട്ടെടുക്കണ്ടേ, മാലടിച്ചെടുക്കണ്ടേ ഈ കള്ളനെ. അത്രപ്പോ പറഞ്ഞുള്ളൂ. നിഷേധിക്കാൻ പറ്റിയ ആൺകുട്ടികൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? സാമ്പത്തിക തട്ടിപ്പാര നടത്തണ്ടേ? ആരാണ്ട് കട്ടിക്കാണ്ട് ഷെയ്ഖിന് ഉണ്ടാക്കി കൊടുക്കുക. ആരാണ്ട് കട്ടിക്കാണ്ടല്ല ചങ്ങായി. ആരാണ്ട് മുതൽ കട്ടിക്കാണ്ട് അവിടുന്ന് മുങ്ങിക്കുക. എന്നിട്ട് വിളിച്ചെടുത്തി തിരിച്ചു കൊടുപ്പിച്ചില്ലേ? തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു. വസലാക്കല്ലി, പുറത്തു വരല്ലി, മശൈഖന്മാർ അഹിലാണ്, ഷെയ്ഖ് അറിഞ്ഞാൽ പ്രശ്നാണ്. ഷെയ്ഖിന് അറിയില്ല. പറയുമ്പോ ലോകം നിയന്ത്രിക്കുന്ന 2 മശൈഖന്മാരെ മുരീതാ. കക്കാൻ പോണു പറഞ്ഞിട്ടില്ല, കട്ടിട്ട് പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല, എപ്പോഴും കൊണ്ടെടുക്കുക. എന്നാ വലിയ കള്ളനാണ് കേട്ടോ. തെർബിയത്തിന്റെ ഊക്കട കണ്ട് പറയിപ്പിക്കണ്ട ചെയ്യും. ഞങ്ങൾക്ക് വരണ്ട ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ സൂചന മാത്രം, മനസ്സിലാക്കിക്കോ. അതും സൂചന മാത്രം. എന്റെ ഷെയ്ഖിന്റെ ഒപ്പം കൂടി ഒരാളുണ്ടല്ലോ, എനിക്കറിയില്ല ആളാ, ഞാൻ പറഞ്ഞല്ലോ. എന്താ മൂപ്പര് ചെയ്ത തെറ്റൊക്കെങ്ങായി. ആരാന്റെ മുതല് സ്വന്തം എളാമാന്റെ മാല കട്ടിക്കാണ്ട് ഉളുപ്പുണ്ടടി ആ കള്ളനെയും കൊണ്ടാ നടക്കണ്ടേ സ്റ്റേജിമേലേ. ഇതിലെ പറഞ്ഞ അതിബാൽ കുലൂബ്, ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ അറിയും, രോഗങ്ങൾ അറിയും, ഒരു ചികിത്സിക്കും. അങ്ങനത്തെ മശായിഖന്മാരപ്പ നമ്മൾ കൂടേണ്ടത്. അങ്ങനെ കൂടിയതാ. എന്തേ അവനെ നന്നാക്കാഞ്ഞ്? എന്തേനെ ഷെയ്ഖിനെ അറിയാഞ്ഞ്? കട്ടിട്ട് ഇറങ്ങണോ? ചോദിച്ചു നോക്കണോ, വിളിച്ച് ചോദിച്ചു നോക്ക്. ഇല്ലേ നമ്പർ ഞാൻ തരാം. മാല ആരതാണോ ആ ആളെ നമ്പറിന് തരാം. പോലെ തന്നെ പറയും. കട്ടിട്ടില്ലേ? തിരിച്ചു കൊടുപ്പിച്ചില്ലേ? അതാ പറഞ്ഞ ഷെയ്ഖിന്റെ തെർബിയത്തിന്റെ ഊക്ക്. ലോകം നിയന്ത്രിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ അറിയാതെ എന്ത് ലോകം നിയന്ത്രിക്കലാടോ? ലോകം നിയന്ത്രിക്കണമെങ്കിൽ ഇത് ആദ്യം ഇതൊക്കെ അറിയണം. ഇത് മുരീദന്മാരെ കൽബിലുള്ള അറിയുന്ന പറഞ്ഞ് നടക്കാന്നല്ലാതാ എന്ത് തെർബിയത്താ നടത്തിയത് കാണിച്ചു നമ്മള് കേട്ടോ. വരാൻ പോണുള്ളൂ. ആരാണ് അവിടെ തമ്മാടിത്തരം നടക്കണമെന്നും തോന്നിയാസം നടക്കണമെന്നും ഒറ്റക്ക് പെരീക്ക് അടുപ്പിക്കാൻ പറ്റുമായി. ഒരു അസുഖം കാണാൻ പോയതാ. അസുഖം കാണാൻ പോയിട്ടേ അൾമാറിൽ വെച്ച മാല അടിച്ചു മാറ്റി. ഇതാ എൻ്റെ ഷെയ്ഖിന്റെ കൂടെ നടക്കുന്ന പരിപാടി. നിഷേധിക്കടാ ആണാണെങ്കിൽ. ആദ്യമായി സംഭവത്തിന് തയ്യാറുണ്ടെങ്കിൽ റെഡിയായിക്കോ. ആളെ നമ്മൾ ഹാജരാക്കും.
ആ മാല ഹാജരാക്കും. ആർതാണ് മാല? അതും ഹാജരാക്കും. കാട്ടാന്ന് കൊണ്ടേ ഞങ്ങളപ്പോ പറഞ്ഞതാ, നിങ്ങൾ മനസ്സിലാക്കണേ. അല്ലെങ്കിൽ ആൺകുട്ടികളെ നിഷേധിക്ക്. ഇപ്പൊ കുഞ്ഞമ്മ പറഞ്ഞില്ലെന്നല്ല, പുറത്ത് വരിടാ ബാപ്പി മോനും ഇതിലുണ്ടല്ലോ രണ്ട് തണ്ടുകള്, ഇറങ്ങി വരിടാ. അങ്ങനത്തെ ഉസിലുള്ളവരാണെങ്കിൽ ഗ്രൂപ്പ് കിട്ട് വരി. കുറച്ച പണി ഉണ്ടാവും. നിങ്ങൾ വിചാരിച്ച നമുക്കൊന്നും പറയാൻ കഴിയില്ല, നിങ്ങൾ മാത്രം കുറച്ച് ആൾക്കാർ എന്തും പറയാന്നില്ലേ? എത്ര പറയാണ്ട് അങ്ങനെ വന്നിക്കുക വലിയ ആളായിക്കാണ്ട് കാണിച്ചാൽ. ഇതൊക്കെ സൂചന മാത്രം, സൂചന മാത്രം. കൂട്ടിക്കോ. ചെങ്ങായി മുരീതന്മാർ കള്ളന്മാരായ പിന്നെ ശേഖന്റെ കഥ പറയണോ? എന്ത് തെർബിയത്ത് നടത്തണ്ടേ? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്ത് ഹൃദയത്തിലെ രോഗം കണ്ടിട്ട് നിങ്ങൾ ചികിത്സിക്കണ്ടേ? ഈ ഇമ്മാര് വല്ല കള്ളന്മാരുള്ള മുരീതന്മാരുള്ള ഷെയ്ഖാകുമ്പോ ഷെയ്ഖിന് തെർബിയത്തും ഇല്ല, ഷെയ്ഖല്ലാന്ന് ചങ്ങായി വരണ്ടേ? ഏത് സാധാരണക്കാരൻ കക്കുകയാണെങ്കിൽ പൊട്ട നിൽക്കാം. ബാക്കി ഞങ്ങൾ പിന്നെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അത് ക്ലിപ്പിട്ട് തന്നെ പറയുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിന്റെ ചികിത്സയെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഹൃദയത്തിന്റെ ഡോക്ടർമാരും ഹൃദയത്തിന് ചികിത്സ എടുക്കുന്ന ആൾക്കാരല്ല ഇപ്പം എൻ്റെ മശായിഖന്മാര്. ആ കോല ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഇതിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് തിരിയും ഷെയ്ഖാണോ മുറബിയാണോ രോഗം നിയന്ത്രിക്കുന്നുണ്ടോ എന്നൊക്കെ.